ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഞാനൊരു വളരെ മോശകരമായ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് പറഞ്ഞിട്ട് ഞാനത് വിശദമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാനൊരു പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നേരത്തെ പറ്റിക്കപ്പെട്ടിരുന്നു. അപ്പം ഞാനത് നോക്കി. പിന്നെ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് എവിടം വരെ പോകുന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നീ ഇത് ചെയ്ത് നോക്ക്, ഇത് പറ്റിക്കപ്പെടുന്നതാണ്. അവൾ പറ്റിക്കപ്പെട്ടു കേട്ടോ. ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് നോക്കട്ടെ എവിടെ വരെ പോകും നോക്കിയിട്ട് ജസ്റ്റ് ഫേസ്ബുക്കിൽ അവൾ അയച്ച ലിങ്ക് വഴി ഞാൻ കയറുകയാണ് ചെയ്തത്. ആ ലിങ്ക് വഴി കയറുമ്പോൾ കറക്റ്റ് ഒരു ഇതാണ് കേട്ടോ, ഓൺലൈൻ ഇതാണ് ഡ്രഗ്സ് സെയിലിംഗ് ഒരു ആപ്പല്ല, ഒരു പേഴ്സൺ ആണ് എന്നാണ് വിചാരിച്ചിരുന്നത് ഇന്ന് വരെയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉടായ്പ അറിയാം. ഇപ്പം അറിയാലോ, എല്ലാവരും ഓൺലൈൻ വഴിയാണ് സാധനങ്ങൾ വാങ്ങിക്കും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഫെമിലിയർ ആണ്, എല്ലാവർക്കും ഓൺലൈനാണ് എല്ലാവരും നോക്കുന്നത്. ഞാനും വാങ്ങിക്കാറുണ്ട് സാധനങ്ങൾ. അപ്പോൾ അവൾ അയച്ചപ്പോഴത്തേക്ക് ഇത് പറ്റിക്കപ്പെടുന്ന സംഭവമാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് ആ ഒരു ഫേസ്ബുക്ക് ഒരു സ്റ്റോറി പോലെ അങ്ങനെ എന്തോ ഇടുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് അവർ വാട്സപ്പിലോട്ടാണ് കണക്റ്റ് ആയി പോകുന്നത്. അപ്പോഴേ അവർ ഫസ്റ്റ് നമ്മൾ കണക്റ്റ് ആയി പോകുമ്പോൾ തന്നെ ഒരു മെസ്സേജ് അവർക്ക് ചെല്ലും. അപ്പോഴത്തേനും ഒരു കുറേ ഫോട്ടോസ് അയച്ചു തരും. അവർ വെച്ചിട്ട് ഓർഡർ ചെയ്യുക, ആൾക്കാരെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ അങ്ങനെ തന്നെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോവുകയും ഒരു നമ്പറിൽ നിന്ന് ആ ഫോട്ടോ സെയിം ഫോട്ടോ തന്നെ ആയിരിക്കും. ആ ഒരു ലേഡിയുടെ ഫോട്ടോ, ആ ലേഡി ജെനുവിനാണോ അല്ലയോ, ഇനി ആരെങ്കിലും അറിയാണ്ട് അവരെ ഫോട്ടോ വെച്ച് ഈ കണക്ട് ചെയ്ത് സംഭവം ബിസിനസ് നടത്തുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആ ഫോട്ടോ ആണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. കണ്ട ഒരു കുറവുമില്ല, ഞാനത് കാണിക്കുന്നുണ്ട് വഴിയെ. അത് അവരുടെ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം തന്നെ പറയുന്നുണ്ട്. ഇന്ന് വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജെനുവിനായിട്ട് ആളുടെ ഒരു ലേഡിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ഡയറക്റ്റ് അയച്ചിട്ട് അവർ ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് പേയ്മെൻറ്റ് 320 രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്തു. അപ്പോഴൊന്നും ഡെലിവറി ചാർജിൻ്റെ കേസൊന്നും പറയുന്നില്ല. 320 അക്കൗണ്ടിൽ കിട്ടി എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫേസ്ബുക്കിലെ കമൻസ് എല്ലാം ഓപ്പൺ ആയി. മറ്റേ കമൻസ് ഒന്നും എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് ക്യാഷ് അവർ അക്കൗണ്ടിൽ ചെന്നു എന്ന് അറിഞ്ഞ ശേഷം കമൻറ്റ്സ് ബോക്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കമൻറ്റ് എല്ലാം നോക്കുമ്പോൾ ഒക്കെ എത്രയും പറ്റിക്കപ്പെട്ടു, ആരും പറ്റിക്കപ്പെടരുത് എന്നും പറഞ്ഞിട്ടുള്ള കമൻസാണ് കൂടുതലും കിടന്നത്. അത് ഞാനിവിടെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പൈസ പോയിട്ട് ശേഷമാണ് പോയി പറയുന്നത്, ദൂരം കൂടുതലാണ്, നമുക്ക് ഒരു സാധനം കൂടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള പൈസ അയക്കണം, അല്ലെങ്കിൽ ഡെലിവറി ചാർജ് 190 രൂപ അയച്ചു തരണം. ഞാൻ പറഞ്ഞു ഓക്കെ, നടക്കത്തില്ല, നിങ്ങൾ റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. സാധനം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ, റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മലയാളിയല്ല കേട്ടോ, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കൊച്ചിയിലുള്ള ഒരു ഷോപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒരു റിപ്ലൈ തരുന്നുണ്ട്, അപ്പോഴെപ്പോഴും റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. എവിടെയാണ് ഷോപ്പെന്ന് ചോദിച്ചു. എന്താണ് ഇതിൻ്റെ ബിസിനസ് എന്നുള്ളത് ചോദിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞു, ഓൺലൈൻ പേയ്മെൻറ്റേ ഉള്ളൂ. ശരി, 320 രൂപ പോണെങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും അപ്പോഴത്തന്നെ ഞാനും പറ്റിക്കപ്പെട്ടു എന്നുള്ളത് തീരുമാനം. റീഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലിങ്കിൽ കയറി നോക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ എല്ലാ കമൻസ് എല്ലാം ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോഴേക്കും മനസ്സിലായി ഫേക്ക് എന്നുള്ളതിൽ ജെനുവിൻ അല്ല ഇതെന്നുള്ളത് അപ്പോഴത്തന്നെ മനസ്സിലായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സെയിം നമ്പർ തന്നെ പുള്ളിക്കാരടുത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് നാണമില്ല, ജോലി ജീവിച്ചിടുന്ന രീതിയിൽ നല്ല രീതിയിൽ മലയാള ഭാഷയിൽ തന്നെ കുറേ മെസ്സേജസ് അയച്ചു. എല്ലാം കാണുന്നുണ്ടായിരുന്നു, റിപ്ലൈ ഒന്നുമില്ല. മലയാളി ആവാൻ ചാൻസ് ഉള്ളു, കണ്ടിട്ട് മലയാളി അല്ല എന്നൊന്നും തോന്നുന്നില്ല. മലയാളി തന്നെ ആയിരിക്കും. എല്ലാം ഒന്നുകിൽ ആരെയും കൊണ്ട് അയച്ചിട്ടുണ്ടായിരിക്കും മെസ്സേജ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ആയപ്പോഴത്തേക്ക് സെയിം എനിക്ക് ഞാൻ നിഷാൻ്റെ നമ്പറിൽ നിന്ന് കറക്റ്റ് അവരുടെ പേജ് എടുത്തിട്ട് എനിക്ക് പൈസ പോയി നിറപ്പോൾ ഞാൻ പേജ് എടുത്തിട്ട് ഇതുപോലെ ആ നമ്പർ നോക്കുമ്പോൾ വേറൊരു നമ്പറിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല നമ്പറിൽ ഒരാളുടെ ഫോട്ടോ ഇട്ടിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ഒരു ലേഡിയാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇഷ്ടംപോലെ നമ്പർ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ആ നിഷാൻ്റെ നമ്പറിന് അയച്ച നമ്പറിലേക്ക് ഒരു ടിക്കേ പോയിട്ടുള്ളൂ. സംഭവം അത് എനിക്ക് മെസ്സേജ് ഒന്നും നോക്കാനും പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇന്നങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒന്ന് കയറിയ സമയത്ത് ഇതുപോലെ സെയിം ഈ ആളുടെ തന്നെ സ്റ്റോറി ഇട്ടേന്ന് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് ഡയറക്റ്റ് വാട്സപ്പിൽ കയറി പോകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ചാറ്റ് ചെയ്ത് അതേ വാട്സപ്പ് അല്ല. ഞാൻ പറഞ്ഞു നീ ഓക്കെ, ആ പൈസ റീഫണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പണി ജീവിച്ചിട്ട് മുടക്കം നല്ല രീതിയിൽ തെറി വിളിച്ച ശേഷമാണ് ഞാനത് എനിക്ക് നമ്പർ വാട്സപ്പിനകത്ത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത്. ചാറ്റ് ചെയ്തെല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഡയറക്റ്റ് അടുത്ത വാട്സപ്പിലേക്ക് പോകുന്നുണ്ട്. അത് വേറൊരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാത്രം നമ്പർ വെച്ചാൽ കുറേ മാത്രം നമ്പറിൽ ആളുടെ ഫോട്ടോ സെയിം ആണ്, സെയിം ഇട്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് എന്തോ ഒലിവിയ ഡ്രസ് കളക്ഷൻസ് ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ ആയിട്ട് വ്ളോഗേഴ്സ്മാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളൂ. അതുപോലൊരു ഉടായ്പ തന്നെയാണ് ഇതും. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ജെനുവിനാണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ആ ഒരു ഫോട്ടോ തന്നെയാണ് ഫേസ്ബുക്കിൽ പേജ് അവർക്കുള്ളത്. അത് ഞാൻ എൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്ന് കോൺടാക്ട് ചെയ്ത നമ്പർ. സെയിം തന്നെയാണ്, മെത്തേഡ് തന്നെയാണ്. വാട്സാപ്പിൽ ഡയറക്റ്റ് പോകുന്നു, അവർ കുറേ ഫോട്ടോസ് അയക്കുന്നു, നമ്മളെ കൊണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യിക്കുന്നു. അതാണ് അവരുടെ ഇത്. അപ്പം ഞാൻ ചോദിച്ചു, നാണമില്ലേ, പോയി പണിയെടുത്ത് ജീവിക്കുമ്പോൾ മറ്റേതിൻ്റെ ദേഷ്യം ഞാൻ ഇവിടെ അങ്ങ് തീർത്തു. അപ്പോഴത്തേക്കും മലയാളത്തിൽ ഇംഗ്ലീഷ് പറയാൻ പറയും. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു വെച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് വളരെ മോശമായ രീതിയിലുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ട ശേഷം മനസ്സിലായി ഇത് നേരെ പോകുന്ന കേസല്ല, ഉടായിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ അവസാനം എനിക്ക് ഐ ലവ് യു ഒക്കെ പറഞ്ഞു. ഞാൻ ഐ ലവ് യു സോ മച്ച് ഞാൻ തിരിച്ചു പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ അയച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് അറിയാന്നുള്ള ആളെല്ലാം ചോദിച്ച ശേഷമാണ് ഈ വേർഡൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ കൊടുത്ത പേയ്മെൻറ്റ് ഓക്കെ സോറി മാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒലിവിയയുടെ കേസ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പം അതുപോലെ റെഡി ആയിരുന്നോളാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ സോറി മാഡം പറഞ്ഞു, എത്ര രൂപ റീഫണ്ട് ചെയ്യണം, ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എല്ലാം ഉണ്ടെന്നൊക്കെ കൊടുത്ത് ഗൂഗിൾ പേ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന ശേഷം ഒന്ന് വിളിച്ചു. ഞാൻ കാരണം ഫോട്ടോ അയക്കാൻ ചോദിച്ചു. എന്നിട്ട് ഫോട്ടോ വേണ്ട, വീഡിയോ കോൾ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ ശേഷമാണ് വിളിക്കുന്നത് കേട്ടോ. ഹലോ 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 ആ നമ്മളൊരു പേയ്മെന്റ് നടത്തിയായിരുന്നല്ലോ 320 രൂപയുടെ. who is this? This is Nishad. I have made a payment of 320 rupees to your account and you were supposed to deliver me the garments. I haven't received the Speaking garment and I have not the I haven't got the refund as well. speak English. Sorry? Speak English. I am speaking English. I am speaking Okay, English. please. If you are not Silent. understanding, tell me. I've got 4 languages. Which do you prefer? Hindi, Malayalam, Tamil or English? हिंदी, इंग्लिश, गुजराती. हाँ, हिंदी. तो हिंदी में बात कीजिए आप. ठीक है, नहीं, हिंदी बोलो. आपसे कब आप तो स्टेटस डाला हूँ, कपड़ा मांग के मैं 320 रुपए आपको भेजा था. जो भी अकाउंट में आप बोला था उस अकाउंट में भेजा था. अभी मेरा कपड़ा भी नहीं ठीक. है, पैसा भी नहीं है. फिर कभी क्या करना है वो बोलो. आप पैसा वापस कीजिए. यदि कपड़ा दे दो, नहीं तो पैसा वापस कर दो बस. अच्छा, बोल कौन रहे हो आप? मेरा नाम निशाद है. ऑर्डर किसने किया था? मेरा बीवी ने किया था. अच्छा, अपनी बीवी से बात कराओ. क्यों? अरे ऑर्डर उसी ने किया था ना. पैसा मैं कमा रहा हूँ और मेरा पैसा खर्च हो रहा हूँ. पैसा मैं वापस चाहेंगे तो ऐसा मुझे वापस कर लो बस. आपने दिया था पैसा, अब आपकी बीवी ने. मैंने ऑर्डर दिया किसका था. था? तुमने डाला था? हाँ, नहीं, वो तो किसी और के अकाउंट से आया था. आपका अकाउंट में दिया था ना. नहीं. नहीं. हाँ. अभी रख दीजिए, हम ये पुलिस का हवाले कर देंगे और उन लोगों के बात करें हो जाएंगे अगले बार. ठीक है, मेरी बात कराना जो आप. അപ്പോൾ അത് ഒരു ലേഡി അല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെയാണ്. കാരണം ഞാൻ ഓഫീസിൽ ചെയ്യുന്ന സമയത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയക്കണ്ട, വീഡിയോ കോൾ ഞാൻ വിളിച്ചോളാം, എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത് കേട്ടോ. ഞാൻ അപ്പോൾ കോൾ എടുത്തില്ല, കാരണം വീട്ടിൽ വന്നിട്ട് വിളിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയിട്ട് തിരിച്ച് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. അവൻ ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിടാത്ത ഒരാളാണ് ഇത്രയൊക്കെ പറഞ്ഞത്. കുറേയൊക്കെ ഒന്ന് ഉടായ്പൊക്കെ ആക്കി നോക്കി എൻ്റെ അടുത്ത് തന്നെ മെസ്സേജായിട്ട് കുറേ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെല്ലാം വായിച്ചിട്ടാണ് വീഡിയോ കോൾ ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. വീഡിയോ ആയിട്ട് പെട്ടെന്ന് ഓഡിയോ ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മാഡത്തിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഡ്രസ് ക്ലബ്ബ് എന്നുകൊണ്ട് എല്ലാവരും ഒന്ന് ഫേസ്ബുക്കിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ കാണാം. പുള്ളിക്കാരിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇഷ്ടംമാതിരി ഫേക്ക് ഐ ഡി ഫേക്ക് ഐ ഡി നടത്തുന്നതാണോ, ഇതേ പുള്ളിക്കാരി തന്നെയാണോ ഈ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക്. എന്തായാലും പുള്ളിക്കാരി എല്ലാ ഫോട്ടോസിലും പുള്ളിക്കാരി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഫോട്ടോ ഷൂട്ടിംഗ് അല്ല എന്നുള്ള ജെനുവിൻ ആണെന്നുള്ള മനസ്സിലായി. കാരണം ലേഡി കണ്ടാൽ മനസ്സിലാവും ആള് ജീവനുള്ള വ്യക്തിയാണെന്നുള്ള. അനിമേഷനൊന്നും അല്ല. എന്തായാലും ഇത്രയും അവരുടെ പേജസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടു വേണം ഇവരുടെ സാധനമായി. ഓക്കേ.